നമ്മളൊരു അത്യാവശ്യത്തിന് ഒരു വെബ്സൈറ്റ് സന്ദർശിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതുപോലെയായിരിക്കും കാണിക്കുക. കുക്കീസ് ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ കുക്കീസ് ഡിസബിൾഡ്, കുക്കീസ് പ്രവർത്തനരഹിതമാണ് എന്നൊക്കെ ആയിരിക്കും കാണിക്കുക. എന്താണ് ഈ കുക്കീസ്? എങ്ങനെ ഇത് എനേബിൾ ചെയ്യാൻ സാധിക്കും? ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ദോഷം എന്താണ്? ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. പല വീഡിയോയിലും ഞാൻ ഈ കുക്കീസ് ബ്ലോക്ക് ചെയ്തതിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അതായത് പരസ്യം പ്രൊവൈഡ് ചെയ്യുന്ന ചില വെബ്സൈറ്റുകളുണ്ട്, അതൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ കുക്കീസും ബ്ലോക്ക് ചെയ്തേ പറ്റൂ. പക്ഷേ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണുക. ഇതെങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും? എവിടെയൊക്കെയാണ് ഈ സെറ്റിംഗ്സ് നമ്മൾ എനേബിൾ ചെയ്യേണ്ടത്? എങ്ങനെയൊക്കെയാണ് ഇത് പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കും? ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ലിങ്ക് വഴി കയറുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഇതുപോലെ സന്ദർശിക്കുകയാണെങ്കിലും ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. അതായത് കുക്കീസ് ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ കുക്കീസ് പ്രവർത്തനരഹിതമാണ് എന്നായിരിക്കും കാണിക്കുക. അപ്പോൾ നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആവും എങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും എന്ന്. ജസ്റ്റ് നമുക്ക് ബാക്ക് വന്നിട്ട് ഇവിടെ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണുന്നുണ്ടല്ലോ ഗൂഗിൾ ക്രോമിൽ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും തേർഡ് പാർട്ടി കുക്കീസ്. ഇത് ഓൾറെഡി ബ്ലോക്ക്ഡ് ആണ്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിൽ കാണുന്ന അലോ തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഭാഗത്ത് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അതിന് പുറമെ ഇതേപോലത്തെ ഒരു സെറ്റിംഗ്സ് മറ്റൊരു സ്ഥലത്തും നിങ്ങൾ കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ ഐക്കണിലാണ്. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സൈറ്റ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരിക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കണ്ടന്റ് എന്ന ഭാഗത്ത് തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഭാഗം, അവിടെയും ബ്ലോക്ക്ഡ് എന്നാണ് കാണിക്കുന്നത്. രണ്ടും ഒരേ സെറ്റിംഗ്സ് തന്നെയാണ്. ഇവിടെ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഭാഗത്താണ് ഉള്ളത്. ഇവിടെ നിന്നും നിങ്ങൾക്ക് അലോ തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എളുപ്പമാർഗം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. നമുക്കിപ്പോൾ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുന്ന സമയത്ത് തന്നെ അവിടുന്ന് തന്നെ നമുക്കിത് ആ സൈറ്റിൽ നിന്ന് പോകാതെ തന്നെ നമുക്ക് ഇത് ഓപ്പൺ ആക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. അതാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഞാനിപ്പോൾ അതേ വെബ്സൈറ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് സന്ദർശിച്ച് കാണിച്ചു തരാം. ഇവിടെ ആ വെബ്സൈറ്റ് ഓപ്പണായി വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കുക്കീസ് ബ്ലോക്ക്ഡ് എന്ന് കാണിക്കുമ്പോൾ ഇവിടെ കണ്ടോ ഒരു 2 വര കാണുന്നുണ്ടല്ലോ. ആ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സിൻ്റെ ഇപ്പുറത്തായിട്ട് 2 വര, ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെയാണ്. അതിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു 2 വരയുണ്ടല്ലോ. ആ വരയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ എന്ന്. ഇവിടെ ബ്ലോക്ക്ഡ് ആണ് കാണിക്കുന്നത്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ തേർഡ് പാർട്ടി കുക്കീസ് ബ്ലോക്ക്ഡ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും ആ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ച് നോക്കൂ. തീർച്ചയായിട്ടും ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാനും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനും സാധിക്കും. അങ്ങനെ ചെയ്തു തീർത്ത് കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഈ ഒരു സംഭവം നിങ്ങൾ വീണ്ടും ബ്ലോക്ക് ചെയ്തിടുക. ഇത് ബ്ലോക്ക് ചെയ്തിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വെബ്സൈറ്റുകളും ഉണ്ടാകും. ഏത് വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് പരസ്യങ്ങൾ പ്രൊവൈഡ് ചെയ്തത് എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചില വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യാൻ കഴിയാത്തത് തന്നെ. അപ്പം നിങ്ങൾ ഇത് വീണ്ടും ബ്ലോക്ക് ചെയ്തിടാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.